ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുകയും. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് ഈ പത്രോസിനെ കൊണ്ട് ലേഖനം എഴുതിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞാനും നിങ്ങളും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കർത്താവിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. നമ്മൾ ഇന്നലെയേക്കാൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാളുകൾ ഇനിയും അനുഗ്രഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അത് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. നിങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിൻ്റെ ആഗ്രഹം പോലെ നമ്മളൊന്ന് അനുഗ്രഹിക്കപ്പെട്ട് നമ്മളൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണമെങ്കിൽ, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും, നമ്മുടെ ആത്മീക മേഖലകളിൽ, നമ്മുടെ മാനസിക മേഖലകളിൽ, നമ്മുടെ ശാരീരിക മേഖലകളിലൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹം വേണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? നമ്മൾ കർത്താവിൻ്റെ മക്കളായതുകൊണ്ടാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടണം, ഉയർച്ച തന്നെ പ്രാപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ദോഷം ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കും, നമ്മുടെ ചുറ്റുപാടുകളിൽ പലരും ഉണ്ടായിരിക്കും. നമുക്ക് ദോഷം ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ മുമ്പിലുള്ളപ്പം അവർക്ക് അതിന് തക്ക പകരം നമ്മൾ ചെയ്യരുത്. നമ്മൾ അവരോട് പകരം ചെയ്യരുത്. നമ്മളോട് ദോഷം ചെയ്യുന്നവരോട്, നമ്മളെ ശകാരിക്കുന്നവരോട്, അവരോടൊക്കെ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ അവരോടെല്ലാം ക്ഷമിച്ച് അവരോടൊക്കെ പുറത്ത് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അതാണ് നമ്മുടെ ആഗ്രഹം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ കർത്താവ് പറയുക, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്കതിന് കഴിവുണ്ടായിരിക്കും. നമ്മളെ ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യമൊക്കെ കാണുമായിരിക്കും. പ്രിയമുള്ളവരെ, അതിന് പറ്റുന്നവരാണ് നമ്മൾ. പക്ഷേ അതിന് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. കാരണം കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ വിളിച്ചേക്കുന്നതാണ്. ഞാൻ കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിക്കേണ്ട ആളാണ്. അതുകൊണ്ട് എൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു നല്ല അനുഗ്രഹം അനുഭവിക്കാൻ നമുക്കിടയാകും. പ്രിയമുള്ളവരെ, നമ്മളെ ദോഷത്തിന് പകരം ദോഷം ചെയ്യാതിരിക്കുകയും നമ്മൾ പകരം അനുഗ്രഹിക്കുന്നവരാകണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണം. നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മളെ മറുത്തു പറയുന്നവരോടും അവരെ നമ്മൾ അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാവിലെ നമുക്ക് തീരുമാനിക്കാം, ഞാൻ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് ഞാൻ പലതും കേട്ടില്ലെന്ന് വെക്കണം, പലതും കണ്ടില്ലെന്ന് വെക്കണം. ഞാൻ ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ, അവരെ അനുഗ്രഹിക്കുന്നവരായി തീരാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് പറയാം. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കാനാണ്. ഞങ്ങൾ ആ അനുഗ്രഹം അനുഭവിക്കുന്നതിന് കർത്താവ് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ചില സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് ഉപേക്ഷിക്കുക. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവെ. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.